ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലാസ്റ്റ് ഇയർ SBI ക്ലർക്കിൻ്റെ മെയിൻ സ്കോർ കാർഡും അതുപോലെ തന്നെ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് എനിക്ക് കഴിഞ്ഞ തവണ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ SBI ക്ലർക്ക് മെയിൻസ് ഞാൻ ലാസ്റ്റ് ഇയർ എൻ്റെ അറ്റംപ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ക്വാണ്ട് റീസണിങ് ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ്സിന് നമുക്കറിയാലോ 50 ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ 12 എണ്ണമാണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ 26 അറ്റംപ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കോണ്ട് ആണെങ്കിൽ 31 അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോണ്ട് എനിക്ക് കുറച്ച് ഡ്യൂബിളായിട്ട് തോന്നി. അത്ര ഹാർഡല്ലായിരുന്നു. നമ്മളിപ്പോൾ മോക്കെടുക്കുന്ന അത്രയും ഹാർഡല്ലായിരുന്നു കഴിഞ്ഞ തവണയുള്ള കോണ്ട് സെക്ഷൻ. പിന്നെ റീസണിങ് എനിക്ക് നല്ല ടഫായിട്ട് തോന്നി കേട്ടോ. ടഫാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് 20 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുണ്ടാവുന്നത് റീസണിങ്ങിനകത്തായിരിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരം എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ടോട്ടൽ 89 അറ്റംപ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മെയിൻസിൻ്റെ സ്കോർ കാർഡ് വന്നപ്പോൾ എൻ്റെ സ്കോർ 59.5 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 89 അറ്റംപ്റ്റിൽ 59.5 സ്കോർ വരുന്നെങ്കിൽ എത്ര നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടാകുന്നത് റീസണിങ് സെക്ഷനകത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ മെയിൻസ് എക്സാം എഴുതിയ ആൾക്കാർക്കറിയാം, കഴിഞ്ഞ തവണ ഒരുപാട് ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ആർഗ്യുമെൻറ്റ്, കോഴ്സ്, എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പസിൽസ് ചെയ്ത് ഒരുപാട് സമയം കളയാതെ ഇത് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ വായിച്ചു. എന്നിട്ട് എല്ലാ ഓപ്ഷനും താഴെ വായിച്ചു, ഓരോ ഓപ്ഷനായിട്ട് വായിച്ചു. അപ്പോൾ എൻ്റെ വീണ്ടും എനിക്കൊരു ഡൗട്ടായി, ഈ ഓപ്ഷനാണോ അല്ലെങ്കിൽ ആ ഓപ്ഷനാണോ എന്ന് ഓർത്തിട്ട് ഞാൻ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കും, വീണ്ടും ഓപ്ഷൻ വായിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റിന് തന്നെ ഞാൻ ഏകദേശം 2 മിനിറ്റിൽ കൂടുതലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കൺഫ്യൂഷനാണ്. ഓപ്ഷൻ കാണുമ്പോഴത്തേക്ക് 4 ഓപ്ഷനകത്ത് ഇതായിരിക്കും അതായിരിക്കും. എന്നിട്ടൊരു മനസ്സോടെ ഏതെങ്കിലും ഞാൻ സേവ് ആക്കും. ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് സേവ് ആക്കും. അതുപോലെ ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ എൻ്റെ ഓർമ്മയിൽ 6 or 7 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്ലേനിയസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് എല്ലാം നോക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പസിൽസ് എനിക്ക് അറിഞ്ഞുകൂടായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ക്രിട്ടിക്കൽ റീസണിങ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എക്സാം കഴിഞ്ഞിട്ടും നല്ല കൺഫ്യൂഷനായിരുന്നു, അത് റോങ് ആവുമോ എന്നുള്ളത്. അതെന്തായാലും റോങ് ആയിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെക്ഷനും ഇപ്പോൾ ജനറൽ അവയർസൊക്കെ നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. ഇംഗ്ലീഷും നമുക്ക് ഒരു 90% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അതുപോലെ കോണ്ട് നമുക്ക് ചെയ്ത് കിട്ടുന്ന അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കും. റീസണിങ്ങിനകത്ത് നിങ്ങൾ വരുമ്പോൾ ക്രിട്ടിക്കൽ റീസണിങ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരാമെന്നുണ്ടെങ്കിൽ മാക്സിമം അത് സ്കിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ആ സമയം ബാക്കി മിസ്ലേനിയസ് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നോക്കുക. അല്ലെങ്കിൽ ഈ സമയം നമുക്ക് പസിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിട്ടിക്കൽ റീസണിങ് വായിച്ച് അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. ഒരുപാട് ക്രിട്ടിക്കൽ റീസണിങ് കൺഫ്യൂഷനായിട്ടിരുന്ന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത്തവണ എക്സാമിന് മുമ്പ് എന്തായാലും ക്രിട്ടിക്കൽ റീസണിങ് ഞാൻ ലാസ്റ്റേ നോക്കുകയുള്ളൂ. നോക്കിയിട്ട് ഒരു 1.5 മിനിറ്റ് കൂടുതലൊന്നും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇത്തവണ അത് അറ്റംപ്റ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് റീസണിങ് സെക്ഷൻ ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻ 60 മാർക്കിനാണ്. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് ചില ക്വസ്റ്റ്യൻസ് 1.5 മാർക്കാണ്, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വലി ഡിവൈഡ് ചെയ്താണ് മാർക്ക് വരുന്നുള്ളത്. അതെനിക്ക് ഉറപ്പില്ല കേട്ടോ. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ 1.5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, അത് റോങ് ആയി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് 0.25 മാർക്കാണ് ഡിഡക്റ്റ് ആവുന്നത്. അതായത് 1 മാർക്ക് ഡിവൈഡഡ് ബൈ 4 എത്രയാണോ അതാണ് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് അത് റോങ് ആയി കഴിഞ്ഞാൽ ഡിഡക്റ്റ് ആവുന്നത്. ഇനി നമുക്ക് 1.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്തത്, അത് എങ്ങാനും റോങ് ആയി പോയി കഴിഞ്ഞാൽ 1.5 ഡിവൈഡഡ് ബൈ 4 എത്രയാണോ ആ മാർക്ക് നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അപ്പോൾ മാക്സിമം നെഗറ്റീവ് എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യുന്നതിലൊക്കെ വരും. പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റുന്നതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാക്സിമം നോക്കിയിട്ട് മാക്സിമം നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാം കേട്ടോ. അറ്റംപ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഗസ് വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. SBI ക്ലർക്കിന് ഇനിയൊരു 3 ദിവസമൊക്കെ ഉള്ളൂ. എല്ലാവരും നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.